ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഇസ്മ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കണത്. റെസ്റ്റോറൻറ്റിൽ ക്യാഷ്യർ ജോലിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ സമയത്ത് പക്ഷേ അവർ പറഞ്ഞ ക്യാഷ്യർ പ്ലസ് വെയിറ്റർ ജോലിയാണ്. അതായത് ക്യാഷ് കൗണ്ടർ നോക്കണം, ബില്ലിംഗ് ചെയ്യണം, കോളുകൾ അറ്റൻഡ് ചെയ്യണം, ഓർഡർ എടുക്കണം. ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. ആ വിശ്വാസത്തിൽ ഞാൻ ജോലിക്ക് കയറി. പക്ഷേ ജോലി തുടങ്ങിയ ആദ്യ ദിവസത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ മാറി. ക്യാഷ്യർ ജോലി മാത്രമല്ല, കസ്റ്റമറിന് സെർവ് ചെയ്യാൻ പറഞ്ഞു, വെയിറ്റർ ജോലി ചെയ്യാൻ പറഞ്ഞു, ടേബിളിൽ ഫുഡ് കൊണ്ടുപോകണം, ഓർഡർ എടുക്കണം, കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യണം. പിന്നീട് ക്ലീനിങ് ജോലിയും ടേബിൾ തുടക്കലും ഫ്ലോർ ക്ലീൻ ചെയ്യൽ വരെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അതും കഴിഞ്ഞപ്പോൾ നിന്ന് പാത്രങ്ങൾ എടുത്തു വരാനും തുടക്കാനും വരെ എന്നോട് പറഞ്ഞു. ഞാൻ ക്യാഷ്യറായി ജോയിൻ ചെയ്ത ആളാണെന്ന് ആരും ഓർക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവസാനം എന്താ പറഞ്ഞതെന്നറിയോ? വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ പോലും എന്നോട് പറഞ്ഞു. ഇവിടെ ഒരു ഡെസിഗ്നേഷൻ മാത്രമാണ് ക്യാഷ്യറിന്. അപ്പം എനിക്ക് മനസ്സിലായി. പക്ഷെ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ജോലിയും ചെയ്യണം. ഇതെല്ലാം 12 മണിക്കൂർ ഡ്യൂട്ടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു റെസ്റ്റ് ഇല്ല, ബ്രേക്ക് ഇല്ല. ഇരുന്ന് ശ്വാസം വിടാൻ പോലും ഉള്ള സമയം എനിക്കില്ലായിരുന്നു. രാവിലെ 9:30 പോയാൽ രാത്രി 9:30, 9:45 വരെ നിൽക്കണം. അങ്ങനെ ദിവസങ്ങളോളം ഞാൻ പോയി. കാലുകൾ വേദനിക്കാൻ തുടങ്ങി. പിന്നീട് കാലിൽ നിന്ന് നീര് വന്ന് നടക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടായി. ശരീരം തളർന്നു, മനസ്സും തളർന്നു. ജോലി ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല. ഏത് ജോലിക്കും ഞാൻ ബഹുമാനം നൽകും. പക്ഷേ ക്യാഷ്യർ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വെയിറ്ററിൻ്റെ ജോലിയും ക്ലീനറിൻ്റെ ജോലിയും വാഷ് ബേസിൻ ക്ലീനിങ്ങും എല്ലാം ഒരാളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ? ജോലി ചെറുതോ വലുതോ എന്നുള്ളതല്ല, പക്ഷെ പറയുന്ന ജോലിയും ചെയ്യിപ്പിക്കുന്ന ജോലിയും തമ്മിൽ സത്യസന്ധത വേണം. ഇതാണ് എൻ്റെ അനുഭവം. എനിക്കൊട്ടും വയ്യാതായപ്പോൾ പെരുന്നാളിന് പോലും അവരെനിക്ക് ലീവ് തരുന്നുണ്ടായില്ല. അങ്ങനെ അവരെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരപ്പം തന്നെ കോള് കട്ട് ചെയ്തു. പിന്നെ അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അപ്പം തന്നെ എന്നെ പിടിച്ച് പുറത്താക്കി. അവർക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു, ഞാൻ ഇത്ര നാൾ ജോലി ചെയ്ത ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട്. അവരാ മെസ്സേജ് പോലും നോക്കിയിട്ടില്ല. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.